ഇവിടെ ഞങ്ങൾക്ക് പുതിയ ഫ്രണ്ടിനെ കിട്ടി. ഞാൻ ഇന്ന് ഗെയിം തുറന്ന് നോക്കിയത് നീണ്ട് ഈ ഒരു ചീറ്റേനെ കിട്ടി. ചീറ്റനല്ലേ ആ പിന്നെ വേറെ ഒരാളും കൊണ്ട് ഞാൻ കാണിച്ചു തരാം. അയാൾ എന്ത് അതേണ്ട് ഈ പശുവുമ്പാണ് ഈ മിക്ക സമയത്തും മറ്റേ സ്പൈഡർ സ്പോണറിൻ്റെ അടുത്താണ് അതിലോട്ട് ഉമ്മാർ മിക്കവാറും മണ്ഡലത്തേക്ക് ഉഴുകി വന്ന് വീണായിരിക്കും ഗീസ്. ഒരു പശുവും കൊണ്ടായിട്ട് നമുക്കൊരു കൗ ഫാം ഉണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഒരു പശു ഉള്ളൂ. ഓക്കെ, കുഴപ്പമില്ല, ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഈ തണ്ണിമത്തങ്ങ ഇഷ്ടംപോലെ വളരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഫുഡിന് വലിയ കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ ഇപ്പം തന്നെ 33 തണ്ണിമത്തങ്ങ ഇരിപ്പുണ്ട്. ഇഷ്ടംപോലെ തണ്ണിമത്തങ്ങ കിട്ടുന്നുണ്ട്. ഇന്ന് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന റിവ്യൂവിലാണ്. ഇവിടെ കുറേ പരിപാടികളുണ്ട്. ഇവിടെ എക്സ്ട്രാ ആയിട്ട് പൊങ്ങി നിൽക്കുന്ന ഈ ഒരു ബ്ലോക്കെല്ലാം റിമൂവ് ചെയ്യണം, ഡർട്ടൊക്കെ വെക്കണം, കുറേ പരിപാടി ഉണ്ട്. നമ്മളൊരു സ്വർഗ്ഗ പൂങ്കാവനമാക്കി മാറ്റും ഈ റിവ്യൂ. ഇനി നമുക്ക് കുറേ പരിപാടി ഉണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ ഞാനൊരു ജംഗിൾ ഫുഡിൻ്റെ സാപ്ലിംഗ് കൊണ്ടുവന്നിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കിളുത്ത് ഇവിടെ മണ്ടയിലാണെങ്കിൽ ആ ഒരു ഹോളില്ലേ, അതിൻ്റെ തൊട്ടടുത്തൊരു ജംഗിൾ ട്രീ നിൽപ്പുണ്ടായിരുന്നു. ഒരു ഡർട്ട് മാറ്റിയപ്പോഴത്തേക്ക് അത് നമ്മൾക്ക് കാണാൻ പറ്റുമായിരുന്നു. പിന്നെ അത് വെട്ടിയെടുത്ത് ചെറിയൊരു ട്രീ ആയിരുന്നു. നമുക്ക് ഒറ്റൊരു സാപ്ലിംഗ് കിട്ടിയായിരുന്നു. അത് ഞാൻ പിന്നെ ഈ താഴെ കൊണ്ട് നട്ട് വെച്ച്, എന്നിട്ട് അത് ഒരു തവണ കിളുത്തായിരുന്നു. എന്നിട്ട് ഞാനത് വീണ്ടും മുറിച്ച് 2-3 സാപ്ലിംഗ് എടുത്ത് മണ്ടയിൽ കൊണ്ട് നട്ട്, എന്നിട്ട് ഒരു സാപ്ലിംഗ് കൂടെ വെച്ചായിരുന്നു. അതിപ്പോൾ വീണ്ടും കിളുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതെല്ലാം പെട്ടെന്ന് വെട്ടിയെടുത്തേക്കാം. വുഡ് ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ മൊത്തം വെട്ടി എടുത്തിട്ടുണ്ട്. ഇനി സാപ്ലിംഗ് ഒരെണ്ണം ഇവിടെ നട്ടും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഡർട്ട് എടുക്കാൻ പോകാം. കുറേ ഡർട്ട് നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് നേരെ ഇവിടെ സോംബിയൊക്കെ കാണിച്ചെടുക്കും. ഒത്തിരി ഡർട്ടിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് അങ്ങ് അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ നമുക്ക് ഡർട്ട് വെക്കാം. ഇവിടെ താഴെ ചെറിയ ചെറിയ കേവിൻ്റെ അകത്ത് തന്നെ നമുക്ക് ആവശ്യമുള്ള ഡർട്ടുണ്ട്. ഓക്കെ, ഒരു സ്റ്റാക്ക് അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങേ അറ്റം തൊട്ട് വെക്കാം. നമ്മളിങ്ങനെ ഇതിൻ്റെ മണ്ടയിൽ കൂടെ അല്ല വെക്കുന്നത്. ഇവിടൊക്കെയാണ് ഒരു ബ്ലോക്ക് പൊട്ടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഈ സൈഡിലത്തെ ബ്ലോക്ക് പൊട്ടിച്ചിട്ടാണ് ഈ സ്ഥലത്ത് വെക്കുന്നത്. താഴോട്ട് വരുമ്പോൾ നമ്മൾ അതിൻ്റെ മണ്ടയിൽ വെക്കുകയാണ്. ഇല്ലെങ്കിൽ ഇവിടെ ഒത്തിരി ഹൈറ്റ് പോകും. നമുക്കിങ്ങനെ ഓരോന്ന് റീപ്ലേസ് ചെയ്യാം ഗൈസ്. ഇവിടെ ഒരു കേവ് ഉണ്ടല്ലേ, അത് സാരമില്ല, നമുക്ക് അടച്ചേക്കാം. അങ്ങനെ ഗൈസ് ഇത് മൊത്തം ഇനി ഇങ്ങനെ വെക്കണം ഗൈസ്. നമ്മൾ താഴെ വരെ പൊട്ടിക്കുന്നതിന് അതിന് മണ്ടയിൽ വെക്കുകയാണ് ഗൈസ്. ഇവിടെ കുഴിച്ച് വന്നപ്പോഴത്തേക്ക് കുറച്ച് ആയം കിട്ടി. നമുക്ക് അടുത്തേക്കാം. ഡർട്ട് തപ്പി വന്നതാണ്. ആയം കിട്ടി. ഒരു 4-5 ഉണ്ട്. നമുക്കിപ്പോൾ ആവശ്യമുള്ള ആയനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത് എടുത്തേക്കാം. ഇനി നമുക്ക് നേരെ വീണ്ടും പോകാം. ഓക്കെ, സെറ്റ് ഗൈസ്. അതുണ്ടോ ഹാർഡ് വർക്കിംഗ് യൂട്യൂബർ ഗൈസ് അവനവിടെ ഇരുന്ന് ഡർട്ട് ഇടുന്ന മണ്ടയിൽ നിന്ന് സോംബി നോക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, നമുക്കിനി നേരെ താഴോട്ടാണ് ഗൈസ്. അവനെ നമുക്ക് തട്ടണം. പിന്നെ തട്ടാം ഗൈസ്. അവൻ എന്തായാലും താഴോട്ടെത്തി അടിക്കും. നമുക്കിവിടെ മൊത്തം ഡർട്ട് വെക്കണം ഗൈസ്. ഇനി കുറേ കൂടെ വെക്കാനുണ്ട്. അങ്ങനെ ഒരു ട്രീയും കൂടെ വളർന്ന് ഈ വുഡും കൂടെ നമുക്ക് വെട്ടിയെടുക്കാം. ട്രീയൊക്കെ ഇപ്പോൾ കുറേ വളരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വുഡായിട്ടുണ്ട് ഗൈസ്. നമുക്കിനി വുഡിൻ്റെ ഒത്തിരി ആവശ്യമില്ല. നമുക്കിനി കുറേ ആയിട്ടുണ്ട്. ഇതൊക്കെ മതി. ഒക്കെ സാപ്ലിംഗ് ഒക്കെ എടുക്കാൻ ഇനി നമ്മുടെ പശു തിരിക്കണം ഇറങ്ങുന്നുണ്ട് ഗൈസ്. ഓക്കെ, വേണ്ടിയിരിക്കുന്നു നമ്മുടെ പശു. ഓക്കെ ഗൈസ്, ബാക്ക് ടു വർക്ക്. ഇനി കുറച്ചും കൂടെ ഡർട്ടേ ഉള്ളൂ. അതും കൂടെ വെച്ചാൽ ഗൈസ് ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ആവും. ഗൈസ് ഇതിൻ്റെ അകത്ത് ഗ്ലോസ് കട്ട് സ്പോണായി. ഉമ്മാരി ഇതിൻ്റെ അകത്ത് സ്പോണാവും. നമ്മൾ താരോട്ട് മണ്ണിലോട്ട് ഇറങ്ങി പോകുന്ന വെള്ളമില്ലേ ഗൈസ്, അതിൻ്റെ അകത്ത് സ്പോണായതാണ് ഗൈസ്. ഉമ്മാരി ഇവിടെ കിടക്കട്ടെ, നല്ല രസമില്ല കാണാൻ ഗൈസ്. പിന്നെ നമ്മുടെ ഹോഴ്സിനാണെങ്കിൽ വെള്ളത്തിൽ കൂടെ കയറാറില്ല. അതുകൊണ്ട് നമ്മൾ ഷിയർ ഉണ്ടാക്കിയിട്ട് വൈൻ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അവന് കയറാനൊക്കെ പറ്റുന്നുണ്ട്. 10 രൂപയാണ് ആ വെള്ളത്തിൽ നിന്ന് താഴോട്ട് കൊണ്ട് ചത്ത് ഗൈസ്. അവനെ പറയുന്നതിന് അവനെ അടിക്കുന്നു. അപ്പോൾ സിമ്പിളായിട്ട് കയറിപ്പോകും ഗൈസ്. അല്ലെങ്കിൽ നമുക്ക് ഈ വെള്ളം എടുത്ത് മാറ്റാം ഗൈസ്. ഈ വെയിനിൽ കൂടെ തന്നെ നമുക്ക് മണ്ണിലോട്ട് കയറി പോകാനും തിരിച്ചിറങ്ങാനൊക്കെ പറ്റും. നൈസാണ്. ഈ വെള്ളം നമുക്ക് അങ്ങ് എടുത്ത് മാറ്റാം. നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് ഇപ്പോൾ ഈ സ്കുഡിലൂടെ കിടക്കില്ല ഗൈസ്. ഇപ്പോൾ നോക്കിയാൽ കണ്ട ഇനി ഇവിടെ പുല്ലും കൂടെ കളിച്ചാൽ സെറ്റാകും ഗൈസ്. ഈ ഒരു സൈഡ് മൊത്തം നമ്മൾ ഡർട്ട് വെച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്
ഗൈസ് നമ്മൾ ബോൺ മെയിൽ ചെയ്തിട്ട് ഗ്രാസ് വളരത്തില്ലേ? ഞാൻ ബോൾ മെയിലുണ്ടോ നോക്കട്ടെ. നമ്മുടെ പൂച്ച ഇവിടെ കിടന്ന് കാണുന്നുണ്ട് ഗൈസ്. ആ ഗൈസ് നമ്മുടെ ഗ്രാസ് ബ്ലോക്ക് ഉണ്ടായിരുന്നു ഗൈസ്. ഏതോ രണ്ടെണ്ണനെ നമ്മൾ തല്ലിക്കൊന്നപ്പോൾ നമുക്ക് കിട്ടിയാണ്. അപ്പോൾ ഗൈസ് ഈ ബ്ലോക്ക് നമുക്ക് താഴെ കൊണ്ടുവെക്കാം. അങ്ങനെ ഗ്രാസ് സ്പ്രെഡ് ആയിക്കോളും. നമുക്ക് ഗൈസ് ഏകദേശം നടുക്കായിട്ട് വെക്കാം ഗൈസ്. ഇതിൻ്റെ നടുക്ക് ഇവിടെ ആയിട്ടില്ല നമുക്ക് ഗൈസ്. ഇതിന് വെട്ടമൊക്കെ വേണമെന്ന് ഒത്തിരി നേരം എടുക്കും ഗൈസ് ഈ ഗ്രാസ് സ്പ്രെഡ് ആവാനായിട്ട്. വെയിറ്റ് ചെയ്യാൻ ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ആയിരുന്നു. അവിടെ കിടന്ന സ്ക്യൂട്ട് മൊത്തം ചത്തു ഗൈസ്. ചത്തുപോയില്ല, ഡിസ്ഫോണിൽ പോയി, എങ്ങനെ പോയി ഗൈസ്. ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ആയതായിരുന്നു. അപ്പോൾ നോക്കി ഒന്നുമില്ല. അതിനെ അപ്പോഴേ കൊന്നാൽ മതിയായിരുന്നു ഗൈസ്. നമ്മുടെ ഗ്രാസൊക്കെ ഇവിടെ പതിയെ ഇരുന്ന് സ്പ്രെഡ് ആയിക്കൊണ്ടിരിപ്പുണ്ട് ഗൈസ്. പുതിയ ഫ്രണ്ട് ഗൈസ്. നമുക്ക് പുതിയ തത്തേനെ കിട്ടി. പോലെ കഷ്ടമുണ്ട് പ്ലീസ് ഗൈസ്. അത് ഇവിടെ വരെ ഇറങ്ങി വന്നതാണ് ഗൈസ്. കോഴി വാ വാ പോലെ ഗൈസ്. നമുക്ക് അതിൻ്റെ ബ്ലോക്ക് ഇട്ട് കൊടുക്കാം. അവിടെ ബ്ലോക്കോടെ ആ ഗൈസ്. അത് ഇറങ്ങി അങ്ങനെ ഗൈസ്. നമുക്കൊരു കോഴീനെ കൂടെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇങ്ങനെ പോയാൽ നമ്മളൊരു ഫാം തുടങ്ങും. ഓക്കെ സെറ്റ്. നമുക്കിതിനെ ഇവിടെ കെട്ടിയിട്ടാലോ ഗൈസ്. ഇതൊരു പറന്ന് കയറി പോവും. അല്ലേ ഇതിൻ്റെ തന്നെ കിടക്കട്ടല്ലേ? അല്ലേ എല്ലാം തന്നെ കിടക്കട്ടെ ഗൈസ്. ആ കോഴിനെ ചീറ്റോന്ന് ഇവനെ ഇവിടെ ഇനി വെച്ച് ഉറപ്പിക്കാൻ പറ്റത്തില്ല ഗൈസ്. ഇവനെ നമുക്ക് തട്ടണം. എനിക്ക് നിനക്ക് എന്തിൻ്റെ സോക്കടായിരുന്നു? നിനക്ക് കഷ്ടപ്പെട്ട് വിളിച്ചു വരുത്തിയതിനെ നീ കൊന്നു ഗൈസ്. ആ തത്ത ഗൈസ് ഇതിൻ്റെ അകത്തൊരു കയറിയാണ് ഗൈസ്. എനിക്കൊന്ന് ഇവനെ കണ്ടിട്ട് തിരിച്ച് പറന്നു പോയാണെന്ന് തോന്നുന്നു ഗൈസ്. അവനെ കൊന്നു. അവൻ്റെ ഒന്നും കിട്ടിയില്ല. സമാധാനമായി. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ. തെറ്റാ.